ദുൽഹിജ്ജ മാസം അറബി വർഷത്തിലെ അവസാനത്തെ മാസമാണല്ലേ? അതിപ്പോൾ കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷാവസാനം ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ? ദുൽഹിജ്ജ മാസം അറബി വർഷത്തിലെ അവസാനത്തെ മാസമാണ്. ഉം. അത് ഇന്ന് നമുക്ക് ഇവിടെ സൗദിയിൽ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ദുൽഹിജ്ജ് 28ഉം നാളെ 29ഉം. ഉം. അവസാനിക്കാൻ 29ന് പിറ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റന്നാൾ ഒന്നായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ ഒടുക്കത്തെ ബുധനുമാണ് ദുൽഹിജ്ജിലെ അവസാനത്തെ ദിവസം കൂടി ആയി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഈ ഒടുക്കത്തെ ബുധനെ കുറിച്ചൊന്ന് പറയാമല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ടാവും പല കർമ്മങ്ങളും നല്ല കാര്യങ്ങൾ ആരംഭിക്കും, ഒടുക്കത്തെ ബുധൻ നല്ലതല്ല എന്ന് നമ്മൾ ഉസ്താദുമാർ പറയുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. പണ്ടുള്ള പഴയ കാലത്തുള്ള ആൾക്കാരും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒടുക്കത്തെ ബുധന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന ചരിത്രം ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി വരുന്ന ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. സഫറിന്റെ അവസാനത്തെ ബുധനിൽ പനി വരുന്ന, അങ്ങനെ ആ ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം വന്ന കാരണം കൊണ്ട് ഈ ഒടുക്കത്തെ ബുധനെ എല്ലാവരും ഒരു മോശം എന്ന് പറഞ്ഞൊരു നല്ല കാര്യം തുടങ്ങാൻ പറ്റാത്തൊരു ദിവസമായിട്ട്. ദിവസങ്ങളെല്ലാം നല്ലതാണ്, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ, അപ്പൊ അതിന് മോശമായിട്ടില്ല. പക്ഷെ ഒരു നല്ല കർമ്മം തുടങ്ങാൻ വേണ്ടിയിട്ട് അവസാനത്തെ ബുധൻ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാ പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വർഷം അവസാനിക്കുമ്പോഴും ആരംഭിക്കുകയും ശ്രദ്ധിക്കേണ്ട ചെറിയ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ. കാരണം അത് നമ്മുടെ അവസാനം നന്നായി കഴിഞ്ഞാൽ ആദ്യവും നന്നാവും എന്നാണല്ലോ നമ്മൾ പരലോകത്തെ കുറിച്ച് പറയുന്നത്. നമ്മുടെ അവസാനം നന്നായി കഴിഞ്ഞാൽ പരലോകം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നന്മകൾ ഉണ്ടാവും, എളുപ്പം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും എന്നാണ്. അപ്പൊ ഈ ദുൽഹജ്ജിന്റെ അവസാനത്തിൽ ഒരു ദുആ ഉണ്ട്. ആ ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം അല്ലാഹുമ്മ അലിംതു മിൻ അമലിൻ ഫിസ് സനത്തിൽ മാദിയത്തി എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ്. അത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത കാര്യങ്ങളോട് അനുബന്ധമായിട്ട് വരുന്ന ദുആ ആണ്. ആ ദുആ ദീർഘമുള്ള ഒരു ദുആ ആണ്. 3 പ്രാവശ്യമാണ് ആ ദുആ ചെയ്യേണ്ടത് ദുൽഹജ്ജിന്റെ അവസാനത്തെ ദിവസത്തിൽ രാത്രിയോ മഗ്‌രിബിന് ശേഷമോ അസറിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല. ഉചിതമായ സമയം മഗ്‌രിബിന് മുമ്പായിട്ട് ചെയ്യലായിരിക്കും. കാരണം മഗ്‌രിബിന് ശേഷം നമ്മൾ സാധാരണ പുതിയ രാവിലോട്ട് കടക്കുവാണല്ലോ. അപ്പൊ കഴിയുന്നവർ എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് ഈ അവസാന ദിവസത്തിൽ ദുആ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഈ ദുആ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ദുആ നിങ്ങൾക്ക് മനസ്സിലാവും. 3 പ്രാവശ്യമാണ് ദുആ ചെയ്യേണ്ടത്. ദുൽഹജ്ജ് മാസം അവസാനിക്കുമ്പോൾ ഉള്ള ഏറ്റവും സന്തോഷം എന്ന് പറയാനുള്ളത് ഇറാൻ ഇസ്രായേൽ വിഷയവും അവസാനിക്കുന്ന ഒരു രൂപത്തിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തലൊക്കെ നിലവിൽ വന്നു. അപ്പോൾ വളരെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വർഷത്തിലും ഒരു സമാധാനമായ ലോകം നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരുന്ന ഒരവസ്ഥ. അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും ലോകത്തുള്ള സർവ്വജനങ്ങളെയും അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. എന്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആദമിന്റെ മക്കളാണ്. നമ്മൾ മനുഷ്യരെല്ലാം തുല്യരാണ്. അതിൽ മതമോ ജാതിയോ ഒന്നുമില്ല. സാഹചര്യങ്ങളെ കൊണ്ടും അതേപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പല വിഷയത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘട്ടനങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ സന്തോഷിക്കാനൊന്നും പാടില്ല. നമ്മളെ ബാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയും. ഈ ഒരു യുദ്ധത്തിന്റെ ഒക്കെ ഒരു എഫക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹിരോഷിമയിലോട്ടൊക്കെ നോക്കിയാൽ മതി, അവിടെയൊക്കെ എന്താ സംഭവിച്ചതെന്നുള്ളത്. ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാം, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യുദ്ധത്തിൽ ആരും സന്തോഷിക്കരുത്, ഒരു രാജ്യക്കാരും സന്തോഷിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ വർണ്ണം നോക്കിയിട്ടല്ല മനുഷ്യനെ നമ്മൾ നിർണ്ണയിക്കേണ്ടത്. എല്ലാവരും റബ്ബിന്റെ സൃഷ്ടികളാണ്, മനുഷ്യരാണ്, നമ്മളെപ്പോലെ ജീവനുള്ള ശരീരങ്ങളാണ് അതൊക്കെ എന്നുള്ള ഒരു ധാർമ്മിക ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ വർഷം നമുക്ക് അനുകൂലമാകുന്ന ഒരു വർഷവും വരാൻ പോകുന്ന മുഹറം മാസം നമുക്ക് അനുകൂലമാകുന്ന ഒരു പുതിയ വർഷവുമാക്കി അല്ലാഹു തആല മാറ്റട്ടെ. എല്ലാവിധ ഖൈറും നിഅമത്തും അനുഗ്രഹങ്ങളും അല്ലാഹു തആല വരുന്ന വർഷങ്ങളിലും വരുന്ന നിമിഷങ്ങളിലും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.